ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന ഒരു പോസ്റ്റാണ് AMVA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇങ്ങ് എത്തുകയാണ്. ഈ വരുന്ന 1-ാം തീയതിയാണ് നമുക്ക് അവസാനമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനോടകം അപേക്ഷിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് കയറി നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് കൂടി നമ്മൾ ഒന്ന് പറയാം. ആദ്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ മേഖലയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ സ്ട്രീമിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ്, 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇതിന്റെ ജോലിയുടെ റോള് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ ലോ ആൻഡ് ഓർഡറും ഒപ്പം തന്നെ ലൈസൻസിങ് ഇഷ്യൂ ചെയ്യല്, അങ്ങനെയുള്ള ഓട്ടോമൊബൈലിന്റെ എല്ലാ മേഖലകളും, അതായത് മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും ഫൈനൽ അതോറിറ്റി ആയിട്ട് മാറാൻ പറ്റുന്ന ഏറ്റവും ബിഗിനിങ് പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനിയും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിന്റെ സാലറി എന്ന് നോക്കാം. ഇതിന്റെ സാലറി എന്ന് പറഞ്ഞാൽ ഉയർന്ന സാലറിയാണ്. 45,600 തുടങ്ങി 95,600 അവസാനിക്കുന്ന ഉയർന്ന സാലറിയാണ്. ഇനി ഏജും വേക്കൻസിയും നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തില് പ്രായപരിധി 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനി നിലവില് വേക്കൻസികൾ ആന്റിസിപ്പേറ്റഡ് ആണ്, കാരണം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ഇനി റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളിലേക്ക് നിയമനം നടത്താൻ വേണ്ടിയാണ്. എങ്ങനെയായാലും ഒരു 100-ലധികം പോസ്റ്റിംഗ്, അതായത് 150 മുതൽ 200 വരെ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം പഠിച്ചെഴുതിയാൽ കിട്ടുന്ന ഒരു പോസ്റ്റാണിത്. ഇനിയും ഇതിന്റെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഡിപ്ലോമയാണ് മിനിമം യോഗ്യത എന്നുള്ളത്. 10ാം ക്ലാസ് പാസ്സായ ശേഷം നിങ്ങൾക്ക് നേടിയിരിക്കുന്ന 3 ഇയർ ഡിപ്ലോമ ഒന്നുകിൽ ഓട്ടോമൊബൈൽ സ്ട്രീമിലായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ആയിരിക്കും. ഈ 2 സ്ട്രീമിലുള്ളവർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ബിടെക് യോഗ്യത ഈ 2 സ്ട്രീമിലുണ്ടെങ്കിലും അപേക്ഷിക്കാം, അതിന് മുകളിലോട്ട് എംടെക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇത് കൂടാതെ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. അതായത് ഹെവി ലൈസൻസ് പണ്ട് നേരത്തെ നമുക്ക് പറയുന്നത് 2 ആയിരുന്നു. ഒന്ന് മോട്ടോർ വെഹിക്കിളിന്റെ തന്നെ ഹെവി ലോറിയും അതുപോലെ തന്നെ ബസ്സിന്റെ സെപ്പറേറ്റ് വേണമായിരുന്നു. ഇപ്പൊ ഹെവി ലൈസൻസ് വാലിഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതല്ലാതെ നിങ്ങൾക്ക് ബിവോക്ക് ആണ് യോഗ്യതയെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇനിയും കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫിസിക്കൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാഴ്ചയാണ്. 6x6 കാഴ്ച നിങ്ങൾക്ക് ലോങ് വിഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയർ വിഷൻ ആണെങ്കിൽ 0.5 2 കണ്ണുകൾക്കും ഉണ്ടായിരിക്കണം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 165 സെന്റിമീറ്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനിയും ഫീമെയിൽ ആണെങ്കിൽ 152 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇത് SC/ST വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 സെന്റിമീറ്റർ മതി SC കാൻഡിഡേറ്റിന്. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ SCക്ക് 150 സെന്റിമീറ്റർ മതിയാവും. ഇനി ചെസ്റ്റിന്റെ കോൺട്രാസ്റ്റില് 81 സെന്റിമീറ്റർ വേണം. ഇനിയും എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ മെയിലിൽ ഉണ്ടായിരിക്കണം. ഫീമെയിലിന് അത് ആപ്ലിക്കബിൾ അല്ല. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, മറ്റൊന്നും ഇവിടെ കണ്ടീഷനായിട്ട് പറയുന്നില്ല. ഇനിയും ഇതിന്റെ പ്രീവിയസ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഏതാണ്ട് 10,787 പേരാണ് അപ്ലൈ ചെയ്തിരുന്നത്. കൺഫർമേഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ അവസാനമായിട്ട് എക്സാം എഴുതാനായിട്ട് വന്നത് 9,327 പേരായിരുന്നു. അങ്ങനെ ആപ്ലിക്കേഷന് ശേഷം, അതായത് അഡ്മിറ്റ് ചെയ്തത് 950 പേരെയാണ്. ഇനി മെയിൻ ലിസ്റ്റിലേക്ക് വന്നപ്പോൾ അത് 606 പേരായി. ടോട്ടൽ അഡ്വൈസ് ഇതിനോടകം 121 പേർക്ക് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഏതാണ്ട് 200 വരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകും. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അതിന് മുമ്പ് തന്നെ PSC എക്സാമും ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. കട്ട് ഓഫ് മാർക്ക് അന്ന് വന്നത് 59.67 മാർക്കായിരുന്നു. അന്ന് മാക്സിമം സ്കോർ നേടിയത് 83.33 ആയിരുന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ ഒരു മാർക്ക് നേടാനായിരിക്കണം. അതായത് 80-ന് മുകളിലേക്ക് നമ്മുടെ മാർക്ക് നിജപ്പെടുത്തി നിർത്താനുള്ള രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുവരുന്നത് അനിവാര്യമാണ്. ഇനിയും ഇതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് ഒന്നുകൂടെ പറയാം. 1/7, അതായത് വരുന്ന മാസം 1-ാം തീയതി വരെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനോടകം അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമിയിൽ AMVAയുടെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈബ്രിഡ് മോഡിലാണ് കൊടുക്കുന്നത്, ഓൺലൈനാണ് ഓഫ്ലൈൻ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഈ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിനേഷനിലെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇതുപോലെ ഉയർന്ന റാങ്കിൽ നിങ്ങൾക്കും പ്ലേസ്മെന്റ് നേടാൻ കഴിയും. ഇതിനോടകം തന്നെ നമ്മുടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ AMVA എന്ന് പറയുന്ന പോസ്റ്റിൽ കയറി കഴിഞ്ഞു. അടുത്ത ലിസ്റ്റിൽ നിങ്ങൾക്കും കയറാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ മറക്കണ്ട, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.